നമസ്കാരം. വ്യാപാര പരിശീലനത്തിൻ്റെ പ്രാധാന്യം, വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും പട്ടിക, ഉപകരണങ്ങളുടെയും സാമഗ്രികളുടെയും സുരക്ഷിത ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാവും. CTSന് കീഴിൽ ടർണർ ട്രേഡ് പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുക. പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം തൊഴിലവസരങ്ങളും കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്ഷനുകളും വിശദീകരിക്കുക. വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന പൊതുവായ ഉപകരണങ്ങളും സാമഗ്രികളും തിരിച്ചറിയുക. വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന വിവിധ പൊതു ഉപകരണങ്ങളും സാമഗ്രികളും ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. പ്രാഥമികമായി ലെയ്ത്തും മറ്റ് മെഷീൻ ടൂളുകളും ഉപയോഗിച്ച് ആവശ്യമായ സ്പെസിഫിക്കേഷനിലേക്ക് സിലിണ്ടറിക്കൽ മെറ്റൽ ആർട്ടിക്കിളുകൾ നിർമ്മിക്കുന്ന ഒരു ലെയ്ത്ത് ഓപ്പറേറ്ററാണ് ടർണർ. ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീമിന് അതായത് CTS കീഴിലുള്ള ടർണർ ട്രേഡ് ഏറ്റവും ജനപ്രിയമായ ITI പ്രോഗ്രാമുകളിൽ ഒന്നാണ്. പരിശീലന പരിപാടി പൂർത്തിയാകുമ്പോൾ ട്രെയിനിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് അതായത് DGT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അതായത് NTC നൽകും. ITI ടർണർ പ്രോഗ്രാമിൻ്റെ 2 വർഷങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫഷണൽ നോളേജ്, എംപ്ലോയബിലിറ്റി സ്കിൽ എന്നിവയിൽ മൊത്തം 2400 മണിക്കൂർ വരെ പരിശീലനം നൽകും. ഇതിനു പുറമെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് അടുത്തുള്ള വ്യവസായത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും പ്രൊജക്റ്റ് വർക്ക് അല്ലെങ്കിൽ 300 മണിക്കൂർ ഓൺ ജോബ് ട്രെയിനിങ് അതായത് OJT നടത്താൻ ഒരു ഉദ്യോഗാർത്ഥിയെ ചുമതലപ്പെടുത്തുന്നു. പ്രാക്ടിക്കൽ സ്കിൽസ് തുടക്കം മുതൽ തന്നെ നൽകുന്നു. ഇതിൽ വ്യവസ്ഥാനുരൂപമായ CNC മെഷീനുകളിൽ ഫിറ്റിംഗ്, ടേണിംഗ് പരിശീലനങ്ങൾ ഉൾപ്പെടുന്നു. പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയാൽ ഉദ്യോഗാർത്ഥികൾക്ക് മെക്കാനിക്കൽ, മാനുഫാക്ചറിംഗ്, ഓട്ടോമോട്ടീവ്, എഞ്ചിനീയറിംഗ് വ്യവസായങ്ങളിൽ പൊതു, സ്വകാര്യ, സർക്കാർ മേഖലകളിലെ സാങ്കേതിക വിദഗ്ധരായി ചേരാനും മാനേജർ തലം വരെ ഉയരാനും കഴിയും. പരിശീലനത്തിലൂടെ നേടിയ കഴിവുകൾ ഉപയോഗിച്ച് ഒരു സംരംഭകനാകാനും സ്വന്തം സംരംഭം ആരംഭിക്കാനും സാധിക്കും. പിന്നീട് എഞ്ചിനീയറിംഗിൻ്റെ അനുബന്ധ ശാഖകളിൽ ഡിപ്ലോമ നേടാം. അധിക സ്കൂൾ വിദ്യാഭ്യാസം ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പൊതു അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസം തുടരാം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റിലേക്ക് അതായത് NAC നയിക്കുന്ന വിവിധ തരം വ്യവസായങ്ങളിൽ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിൽ ചേരാം. ITI സർട്ടിഫിക്കേഷനോടൊപ്പം 10-12 ക്ലാസുകളിലെ സർട്ടിഫിക്കേഷനും ലഭിക്കുന്നതിന് പ്രതിവർഷം 240 മണിക്കൂർ വരെയുള്ള അധിക കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഓപ്ഷണൽ സൗകര്യം ട്രെയിനികൾക്കുണ്ട്. സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഇൻസ്ട്രക്ടറാകാൻ നാഷണൽ ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കറ്റ് അതായത് NCIC നേടാം. ഇനി നമുക്കൊരു സാധാരണ മെഷീൻ ഷോപ്പിലോ വർക്ക്ഷോപ്പിലോ ഉപയോഗിക്കുന്ന വിവിധ പൊതു ഹാൻഡ് ടൂളുകളും ഉപകരണങ്ങളും പട്ടികപ്പെടുത്താം. കൂടാതെ അവ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളും അറിയാം. സ്റ്റീൽ റൂൾസ് സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീൽ റൂൾസ് 150 mm, 300 mm, 600 mm നീളത്തിൽ ലഭ്യമാണ്. സ്റ്റീൽ റൂളിൻ്റെ റീഡിംഗ് ആക്യുറസി 0.5 mm ആണ്. റീഡിംഗ് ആക്യുറസിക്കായി പാരലാക്സിൽ നിന്ന് ഉണ്ടാകുന്ന പിശകുകൾ ഒഴിവാക്കാൻ ലംബമായി വായിക്കേണ്ടത് ആവശ്യമാണ്.
മറ്റ് കട്ടിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു സ്റ്റീൽ റൂൾ സ്ഥാപിക്കരുത്. ഉപയോഗിക്കാത്തപ്പോൾ എണ്ണയുടെ നേർത്ത പാളി പുരട്ടുക. കോൾഡ് ചിസൽ. കോൾഡ് ചിസൽ ചിപ്പ് ചെയ്യുന്നതിനും പ്രവർത്തനങ്ങൾ വിച്ഛേദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് കട്ടിംഗ് ഉപകരണമാണ്. സാധാരണ തരം ചിസിൽസ്. 5 തരം ചിസിൽസ് ഉണ്ട്. ഫ്ലാറ്റ് ചിസിൽ, ക്രോസ് കട്ട് ചിസിൽ, ഹാഫ് റൗണ്ട് നോസ് ചിസിൽ, ഡയമണ്ട് പോയിന്റ് ചിസിൽ, വെബ് ചിസിൽ. ഒരു ചിസിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് കട്ടിംഗ് എഡ്ജ് മങ്ങിയതോ ചിപ്പ് ചെയ്തതോ അല്ലെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും ചിസിൽ ഉപയോഗിക്കുമ്പോൾ ഐ പ്രൊട്ടക്ഷൻ നിർബന്ധമായും ധരിക്കണം. പഞ്ച് ചെയ്യുമ്പോഴും വളയ്ക്കുമ്പോഴും നേരെയാക്കുമ്പോഴും ചിപ്പിംഗ് ചെയ്യുമ്പോഴും ഫോർജിംഗ് ചെയ്യുമ്പോഴും റിവറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധേയമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു കൈ ഉപകരണമാണ് എഞ്ചിനീയറുടെ ചുറ്റിക. ഒരു എഞ്ചിനീയറുടെ ചുറ്റികകൾ അവയുടെ ഭാരവും പെയിന്റിന്റെ ആകൃതിയും അനുസരിച്ചാണ് വ്യക്തമാക്കുന്നത്. സാധാരണ തരം ചുറ്റികകൾ. പെയിൻ അല്ലെങ്കിൽ ഹെഡിനെ അടിസ്ഥാനമാക്കി 3 തരം ചുറ്റികകളുണ്ട്. ബാൾ പെയിൻ, ക്രോസ് പെയിൻ, സ്ട്രെയിറ്റ് പെയിൻ. ഒരു ചുറ്റിക ഉപയോഗിക്കുന്നതിന് മുമ്പ് ഹാൻഡിൽ ശരിയായി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ചുറ്റിക ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ചുറ്റികയുടെ ശരിയായ ഭാരം തിരഞ്ഞെടുക്കുക. ചുറ്റികയുടെ ഹെഡിലും ഹാൻഡിലും എന്തെങ്കിലും വിള്ളലുണ്ടോ എന്ന് പരിശോധിക്കുക. ചുറ്റികയുടെ ഫേസിൽ എണ്ണയോ ഗ്രീസോ ഇല്ലെന്ന് ഉറപ്പാക്കുക. മഷ്റൂം ഹെഡ് ഹാമർ ഉപയോഗിക്കരുത്. ഒരു ഫയൽ ഉപയോഗിച്ച് ഒരു വർക്ക് പീസിൽ നിന്ന് അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുന്ന ഒരു രീതിയാണ് ഫയലിംഗ്. ഫയലുകൾ പല ആകൃതിയിലും വലിപ്പത്തിലും ലഭ്യമാണ്. ഫയലുകൾ അവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ലെങ്ത്, ഗ്രേഡ്, കട്ട് ആൻഡ് ഷേപ്പ്. ഒരു ഫയൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ജോബിന് അനുയോജ്യമായ ഫയൽ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ്. ഏതെങ്കിലും ഫയൽ ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഉചിതമായ കണ്ണ് സംരക്ഷണം ധരിക്കുക. ശരിയായ ഹാൻഡിൽ ഇല്ലാതെ ഒരു ഫയലും ഉപയോഗിക്കരുത്. ഒരിക്കലും ഒരു ഫയലിൽ എണ്ണ ഇടരുത്. അധിക ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് ഫയലുകൾ സ്ഥാപിക്കരുത്. വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ലോഹങ്ങൾ മുറിക്കുന്നതിന് ബ്ലേഡിനോടൊപ്പം ഒരു ഹാക്സോ ഫ്രെയിം ഉപയോഗിക്കുന്നു. കൂടാതെ ഉറപ്പിക്കാൻ കഴിയുന്ന ബ്ലേഡിൻ്റെ തരവും പരമാവധി നീളവും അനുസരിച്ച് ഇത് വ്യക്തമാക്കുന്നു. 2 തരം ഹാക്സോ ഫ്രെയിമുകൾ ഇവയാണ്: സോളിഡ് ഫ്രെയിം, അഡ്ജസ്റ്റബിൾ ഫ്രെയിം, ഫ്ലാറ്റ് ടൈപ്പും ട്യൂബ് ടൈപ്പും. ഹാക്സോ ഫ്രെയിമുകൾ ഉപയോഗിക്കുമ്പോൾ ശരിയായ ടെൻഷനോടെ ഹാക്സോ ബ്ലേഡുകൾ മുറിക്കുക. ബ്ലേഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ബ്ലേഡുകളുടെ കുറഞ്ഞത് 2 ടീത്തെങ്കിലും വർക്കുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വർക്ക് പീസുകൾ പിടിക്കാൻ വൈസ് ഉപയോഗിക്കുന്നു. അവ വ്യത്യസ്ത തരത്തിൽ ലഭ്യമാണ്. ബെഞ്ച് ജോലിക്ക് ഉപയോഗിക്കുന്ന വൈസ് ബെഞ്ച് വൈസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വൈസ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ വർക്ക് ബെഞ്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബെഞ്ച് വൈസ് സുരക്ഷിതമായി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ജോകളിൽ നിന്ന് നിങ്ങളുടെ വിരലുകൾ സൂക്ഷിക്കുക. ഒരു പ്രതലത്തിൻ്റെ ചതുരം അല്ലെങ്കിൽ ഫ്ലാറ്റ്നസ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രൈ സ്ക്വയർ. വർക്ക് പീസുകളുടെ അരികുകളിലേക്ക് 90 ഡിഗ്രിയിൽ വരികൾ അടയാളപ്പെടുത്തുക. ഒപ്പം
വർക്ക് പീസുകൾ റൈറ്റ് ആംഗിളിൽ സജ്ജമാക്കുക. വീഴാതിരിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഒരു വസ്തുവിൻ്റെ ബാഹ്യവും ആന്തരികവുമായ വ്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ ഉപകരണങ്ങൾ ഔട്ട്സൈഡ് കാലിപ്പറുകളും ഇൻസൈഡ് കാലിപ്പറുകളുമാണ്. ഫേം ജോയിൻ്റ് കാലിപ്പറുകൾ, സ്പ്രിംഗ് കാലിപ്പറുകൾ എന്നിങ്ങനെ 2 തരം കാലിപ്പറുകൾ ഉണ്ട്. കാലിപ്പറുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ചലിക്കുന്ന ഭാഗങ്ങളിൽ ഇടയ്ക്കിടെ എണ്ണയിടേണ്ടതാണ്. മറ്റ് ഹാൻഡ് ടൂൾസ് ഉപയോഗിച്ച് കാലിപ്പറുകൾ സ്ഥാപിക്കരുത്. വീഴാതിരിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം. സ്ക്രൈബർ. മെഷീൻ ചെയ്യുന്നതിന് മുമ്പ് വർക്ക് പീസുകളിൽ ലൈൻസ് അടയാളപ്പെടുത്തുന്നതിന് മെറ്റൽ വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ടൂൾ ആണ് സ്ക്രൈബർ. സ്ക്രൈബറുകൾ ഉപയോഗിക്കുമ്പോൾ ബ്ലെൻഡഡ് പോയിന്റ് ഉപയോഗിക്കരുത്. അപകടങ്ങൾ തടയാൻ ഉപയോഗത്തിലില്ലാത്തപ്പോൾ പോയിന്റിൽ ഒരു കോർക്ക് സ്ഥാപിക്കുക. സ്ക്രൈബർ പോയിന്റുകൾ വളരെ മൂർച്ചയുള്ളതാണ്. അതിനാൽ സ്ക്രൈബേഴ്സ് നിങ്ങളുടെ പോക്കറ്റിൽ ഇടരുത്. പ്ലെയേഴ്സ്. സാധാരണയായി എന്തെങ്കിലും പിടിക്കാനും നേർത്ത ഷീറ്റുകളും വയറുകളും മുറിക്കാനും ഉപയോഗിക്കുന്നു. സാധാരണ പ്ലെയർ ഇനങ്ങളാണ് സൈഡ് കട്ടിംഗ് ഓർ കട്ടിംഗ് പ്ലെയേഴ്സ്, ലോങ് നോസ് പ്ലെയേഴ്സ്, യൂട്ടിലിറ്റി പ്ലെയേഴ്സ്, ഡയഗണൽ കട്ടിംഗ് പ്ലെയേഴ്സ്, ഫ്ലാറ്റ് നോസ് പ്ലെയേഴ്സ്, സ്ലിപ്പ് ജോയിന്റ് പ്ലെയേഴ്സ്, എൻഡ് കട്ടിംഗ് പ്ലെയേഴ്സ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലെയർ കട്ടിംഗ് പ്ലെയർ ആണ്. അവയുടെ നീളമനുസരിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. പ്ലെയറുകളിലും വയർ കട്ടറുകളിലും പതിവായി ഓയിൽ ഉപയോഗിക്കേണ്ടതാണ്. നട്ടുകളിലും ബോൾട്ടുകളിലും പ്ലെയർ ഉപയോഗിക്കരുത്. ഒരു റേഞ്ച് അല്ലെങ്കിൽ സ്പാനർ ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ ജോലികൾക്കായി ഇൻസുലേറ്റഡ് കട്ടിംഗ് പ്ലെയർ ഉപയോഗിക്കുക. ഒരു സ്ക്രൂ ഡ്രൈവർ ഒരു ഹാൻഡ് ടൂൾ ആണ്. സ്ക്രൂകൾ തിരിക്കാൻ ഉപയോഗിക്കുന്നു. സ്ക്രൂ ഹെഡിന് അനുയോജ്യമായ സ്ക്രൂ ഡ്രൈവർ തിരഞ്ഞെടുക്കുക. ഉയർന്ന കൃത്യതയോടെ ലീനിയർ ഡയമെൻഷനുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളക്കൽ ഉപകരണമാണ് വെർനിയർ കാലിപ്പർ. മറ്റ് ഹാൻഡ് ടൂൾസ് ഉപയോഗിച്ച് വെർനിയർ കാലിപ്പറുകൾ സ്ഥാപിക്കരുത്. ജോലി കഴിഞ്ഞ് വൃത്തിയാക്കി എണ്ണയുടെ ഫിലിം പുരട്ടുക. ജോസ് ബട്ടിംഗ് ചെക്ക് ചെയ്യാൻ മെയിൻ സ്കെയിലിൻ്റെയും വെർനിയർ സ്കെയിലിൻ്റെയും പൊരുത്തം 0 ആണെന്ന് ഉറപ്പാക്കുക. സോളിഡ് ബോഡികളുടെ വ്യാസം, കനം, നീളം തുടങ്ങിയ അളവുകളുടെ കൃത്യമായ ലീനിയർ മെഷർമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോമീറ്റർ. മറ്റ് ഹാൻഡ് ടൂൾസ് ഉപയോഗിച്ച് മൈക്രോമീറ്റർ സ്ഥാപിക്കരുത്. ജോലി കഴിഞ്ഞ് വൃത്തിയാക്കി എണ്ണയുടെ ഫിലിം പുരട്ടുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് 0 കൃത്യമാണെന്ന് ഉറപ്പാക്കുക. സ്മിത്തിങ്ങിൽ ഉപയോഗിക്കുന്ന കാസ്റ്റ് ഇരുമ്പിൻ്റെയോ ഉരുക്കിൻ്റെയോ വലിയ കനത്ത ബ്ലോക്കാണ് സ്വേജ് ബ്ലോക്ക്. സ്വേജ് ബ്ലോക്കിൻ്റെ അരികിലോ മൂലകളിലോ കനത്ത പ്രഹരങ്ങൾ നൽകരുത്. കഠിനമായ പ്രതലത്തിലൂടെ ഇൻഡന്റ് ചെയ്യാനോ ദ്വാരമുണ്ടാക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പഞ്ച്. ജോലി ചെയ്യുമ്പോൾ പഞ്ചുകൾ വരാതിരിക്കാൻ ഹാൻഡിൽ കർശനമായി ഉറപ്പിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിന് പുറമെ ഷോപ്പ് ഫ്ലോറിൽ പാലിക്കേണ്ട മറ്റ് സുരക്ഷാ മുൻകരുതലുകൾ നോക്കാം. ഒരു വർക്ക്ഷോപ്പിലെ സുരക്ഷയെ 3 വിഭാഗങ്ങളായി തരം തിരിക്കാം. പൊതുസുരക്ഷ, മെഷീൻ സുരക്ഷ, വ്യക്തിഗത സുരക്ഷ. ഇനി നമുക്ക് പൊതുവായ സുരക്ഷയുടെ വിവിധ വശങ്ങളിലേക്ക് നോക്കാം. തറയും ഗാങ്വേയും വൃത്തിയായും വ്യക്തമായും സൂക്ഷിക്കുക.
വർക്ക്ഷോപ്പിൽ ശ്രദ്ധയോടെ നീങ്ങുക, ഓടരുത്. യന്ത്രം പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ വയ്ക്കരുത്. ഏതെങ്കിലും ഉപകരണങ്ങളോ മെഷീനുകളോ സമ്മതം കൂടാതെ കൈകാര്യം ചെയ്യരുത്. സസ്പെൻഡ് ചെയ്ത ലോഡുകളിൽ നടക്കരുത്. ജോലിയിലായിരിക്കുമ്പോൾ വെറുതെ തമാശകൾ പ്രയോഗിക്കരുത്. ജോലിക്ക് ശരിയായ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഉപകരണങ്ങൾ അവയുടെ ശരിയായ സ്ഥലത്ത് സൂക്ഷിക്കുക. സ്പിൽറ്റ് ഓയിൽ ഉടൻ തുടച്ച് മാറ്റുക. പൊട്ടിയതോ കേടായതോ ആയ ഉപകരണങ്ങൾ ഉടൻ മാറ്റി സ്ഥാപിക്കുക. കംപ്രസ് ചെയ്ത വായു ഒരിക്കലും നിങ്ങളിലേക്കോ നിങ്ങളുടെ സഹപ്രവർത്തകന്റെ നേരെയോ പ്രയോഗിക്കരുത്. വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക. മെഷീൻ പ്രവർത്തിക്കാത്ത സമയത്ത് മാത്രം വൃത്തിയാക്കുക. മെറ്റൽ കട്ടിങ്ങുകൾ തൂത്ത് വാരുക. മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുക. റീക്യാപ്പ് ചെയ്യാൻ നമ്മൾ ഇനി പറയുന്നവ പഠിച്ചു. CTS-ന് കീഴിൽ ടർണർ ട്രേഡ് പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുക. പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം തൊഴിലവസരങ്ങളും കരിയർ വികസന ഓപ്ഷനുകളും വിശദീകരിക്കുക. വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന പൊതുവായ ഉപകരണങ്ങളും സാമഗ്രികളും തിരിച്ചറിയുക. വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന വിവിധ പൊതു ഉപകരണങ്ങളും സാമഗ്രികളും ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. വ്യാപാര പരിശീലനത്തിൻ്റെ പ്രാധാന്യം, വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും പട്ടിക, ടൂളുകളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗം എന്നിവയെക്കുറിച്ചാണ് ഇത്. അടുത്ത സെഷനിൽ കാണാം.